നിങ്ങളുടെ ഈ റോഡ് വണ്ടി എന്തായിരുന്നു, ലൈറ്റ് ഇടാൻ പാടില്ല, നമ്മൾ ലൈറ്റ് ഇട്ടിട്ട് വരുന്നത് ലോക്കൽ വണ്ടി വരുന്നേ, അല്ലാതുള്ള വണ്ടിക്ക് ലൈറ്റ് ഇടാൻ പാടില്ല. ആണ് ശരിയാ, പാർക്ക് ലൈറ്റ് മാത്രമേ ഇട്ട് പോകുന്നുള്ളൂ. ഇവിടുത്തെ വണ്ടികൾക്ക് മാത്രം ലൈറ്റ് ഇടാവുന്നുണ്ടോ? അപ്പൊ അതെന്താ ഇവിടുത്തെ ലോക്കൽസിന് ലൈറ്റ് ഇടാം, പുറത്തുനിന്ന് വരുന്ന ലൈറ്റ് ഇടാൻ പാടില്ല എന്നുള്ള സ്കീം? അതെന്തരുത് അങ്ങനെ? ഇത് ഗ്ലാസ് ഇട്ടേ പകല് ഡേ ടൈം പോവും, പകല് പോവും. പക്ഷെ പകൽ ഈ വിഷല് കിട്ടണമായിരുന്നു, നമുക്ക് മിസ്സായി പോയി. അപ്പോൾ നമുക്കിത് റിട്ടേൺ വരുമ്പോൾ പിടിക്കല്ലായിരുന്നു. അതിങ്ങിയ സമയത്ത് നടക്കും. ഓ ഇത് നല്ല നീളത്തിൽ കിടക്ക പാലല്ലയോ? ഓ ഇപ്പോൾ നല്ല ദൂരം ഉണ്ടല്ലോ. അപ്പോൾ ചെറിയ പാലമല്ല. ഞാൻ നോക്കണം ഇതിൻ്റെ ഈ വകുപ്പ് എങ്ങനെയാണ്. നമ്മുടെ വണ്ടി ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് വരുന്നു. പക്ഷെ ഇവിടെയുള്ള ലോക്കൽസ് വണ്ടി ലൈറ്റ് ഇട്ട് വരുന്നുണ്ട്. അപ്പോൾ അതെന്ത് പ്രത്യേകത? ഇവിടെയുള്ള വണ്ടികൾ അല്ലെങ്കിൽ മൊത്തത്തിൽ എല്ലാവർക്കും ബാധകമായിരിക്കണം. പക്ഷെ ഇവിടെയുള്ള ലോക്കൽ വണ്ടിക്ക് ലൈറ്റ് ഇടാൻ പറ്റും, പുറത്തുള്ള വണ്ടി അങ്ങനത്തെ വകുപ്പ് ഒന്നും അറിയണമല്ലോ. പാലത്തിന്റെ പേരെന്തോ അറിയോ? ഇവിടെ ഫറാക്ക എന്ന് പറഞ്ഞ അടുപ്പുണ്ട്. ഫറാക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് പേരാണോ അത്? ഫറാക്ക ബ്രിഡ്ജ് ആയിരിക്കും, തമ്പുരാനാണ്. ഫറാക്കാന്ന് പേര് വേണം. ആളുകളെ പൈസ മേടിക്കുക, കൈക്കൂലി. നമുക്കിനി ഇവിടുന്ന് ഗുവാഹട്ടി, ദുബ്ദാര. ഇവിടുന്ന് നമുക്കിനി ഇവിടുന്ന് എത്ര കിലോമീറ്റർ കാണിക്കുന്നത് മൊത്തത്തിൽ ലൊക്കേഷൻ വരെ? 386. ആസാം കയറിയിട്ടില്ലല്ലോ ഇവരെ? ഇല്ല. സമയം 5 മണി. ലൊക്കേഷൻ അവിടെ നോക്കി, വെൽക്കം ടു പാപ്പാൻ. പാനിക്കൗറി ടോൾ പ്ലാസ. അപ്പോൾ അവിടെയായി. എവിടെ കൈ കൊണ്ട് കയറുന്നേ? എയർഫോൺ ഊരിയിട്ടിരിക്കുകയാണോ? ലൈറ്റ് ഓഫ് ചെയ്യാനീ നോക്കുന്നത്, പക്ഷേ കൈ കൊണ്ട് കയറുന്നു. സെൽഫോൺ എന്താ? പുള്ളി ഒറ്റയ്ക്കാണ്. അപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ ഉറക്കം വരുന്നു പറഞ്ഞപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ടോണിലൂടെ സൈഡാക്കിയതാണ് വണ്ടി. സമയം 5 മണി, 5:15. പുള്ളി ആസാം കഴിഞ്ഞിട്ടും വീണ്ടും 500 കിലോമീറ്റർ അങ്ങോട്ട് പോകണം. പുള്ളി ഡെയിലി റൂട്ടാണ്. ഡെയിലി അല്ല, പുള്ളി റൂട്ട് എപ്പോഴും പോകുന്നതാണ്. അപ്പോൾ പിന്നെ പുള്ളിയുടെ പുറകെ ഞങ്ങൾ പിടിക്കാമെന്ന് വിചാരിച്ചു. ഇനി 2 മണിക്കൂർ ഉള്ളിൽ ഉറങ്ങിയിട്ട് പോകാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ നമുക്കും പോകാം. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ ലുക്കുദ്രാരെ വണ്ടി ഓടിക്കുമായിരുന്നു. ഞാനിപ്പോൾ ഒരു 5 മണി ആയപ്പോഴാണ് ഇപ്പോൾ വണ്ടി എടുത്തത്. അങ്ങനെ സാധാരണ അങ്ങനെ ഞങ്ങൾ പോകുന്നത്. 5 മണി 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവന് ഉറക്കം വരുമ്പോഴത്തേക്ക് 4 മണി ആകുമ്പോഴത്തേക്ക് ഞാൻ വണ്ടി എടുക്കും.
അപ്പോൾ ഇങ്ങനെ പോകും. ഞങ്ങളുടെ ഒരു ടോൾ പ്ലാസ, എൻ്റെ പേരെന്തായിരുന്നു, പണിക്കൗറി ടോൾ പ്ലാസ. അത് തന്നെ. ഇന്ന് വെളുപ്പിന് കറക്റ്റ് ഒരു 5 മണി ആയപ്പം ഞങ്ങളിവിടെ വണ്ടി ഒതുക്കി. 5 മണി ആയപ്പോൾ ഇപ്പോൾ സമയം 8 മണി. ഉറങ്ങിപ്പോയി. ആണ് ഞാൻ പറഞ്ഞത്, ഇന്നലെ കൂടെ വന്നിരുന്ന വണ്ടി ഒരു 200-300 കിലോമീറ്റർ മുന്നേ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ധാബയിൽ ഞങ്ങൾ വണ്ടി നിർത്തി, ഫുഡ് മേടിക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ വെച്ച് ഈ വണ്ടി കണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ കണ്ട് പരിചയപ്പെട്ട് പുള്ളി അങ്ങോട്ടാണ്, ഞങ്ങളുടെ റൂട്ട് സെയിം റൂട്ട് ആസാം. ഞങ്ങളുടെ ലൊക്കേഷൻ എത്തിയിട്ട്, നമ്മൾ പോകേണ്ട ലൊക്കേഷൻ എത്തിയിട്ട് പുള്ളിക്ക് വീണ്ടും അവിടെ നിന്ന് ഒരു 500 കിലോമീറ്റർ പുള്ളിക്ക് വീണ്ടും പോകണം. അപ്പോൾ അതുവരെ ഉണ്ട്. നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ സമയം 8:30 ആയി. ഇനി ഇവിടുന്ന് ആസാം ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത്, കിലോമീറ്റർ കാണിച്ചിരിക്കുന്നത് 385 കിലോമീറ്റർ. അതായത് റൗണ്ട് ഒരു 400 കിലോമീറ്റർ വരും ഇനി ഇവിടുന്ന്. ഓക്കെ, അപ്പം പോയേക്കാം. വെൽക്കം ടു പണിക്കൗരി. ലുക്കുവിനെ അവിടെ കൈകൊട്ടി വിളിക്കുന്നു. ഒരു കൊറിയർ ഉണ്ടെന്ന്. നമസ്കാരം. ക്രിസ്ത്യൻ പള്ളിയാണോ? എന്തെഴുതിയിരിക്കുന്നത്? ഹിന്ദി കൽക്കട്ട ഹൈക്കോർട്ട് ഇൻ ഹൈക്കോർട്ടാണ്. ഫൽപൈഗുരി. അത് ഹൈക്കോട്ടല്ലേ? ഇത്ര കളർഫുള്ളായിട്ട്. ദുക്കുരി ടൗൺ. ടൗണാ ദുക്കുരി. പശു നിൽക്കുന്നുണ്ടോ? പോട്ടെ, എടുത്തെടുത്തെടുത്തു. കയറ്റി പോട്ടെ. തരാം. സ്ലോ ആണ് തിരക്കാം, ബ്ലോക്കാവും.
ഹസിമറ പസാക്ക ഗുവാഹട്ടി. എത്ര? 387 കിലോമീറ്റർ ഗുവാഹട്ടി. അപ്പം നമുക്ക് അങ്ങ് ഗുവാഹട്ടിക്കാണ് നമുക്ക് പോകേണ്ടത്. അങ്ങനെ പോകണ്ട. പോകത്തില്ല അത്രേ ഉള്ളൂ. നമ്മൾ പോകത്തില്ല ഗുവാഹട്ടി. പിന്നെ അവിടെ നമുക്ക് പോകണ്ടേ? ആ ഗുവാഹട്ടിക്ക് ബോർഡിന് തൊട്ട് മുന്നേ. അപ്പൊ അവരെ വിളിച്ചപ്പോൾ അവരെന്നാ പറഞ്ഞേ, ഇന്ന് എന്തായാലും ചെല്ലുമ്പോഴത്തേക്ക് വൈകുന്നേരം ആകുമ്പോൾ എന്തായാലും ലോഡ് ഇറക്കത്തില്ല. അപ്പം നാളത്തേക്ക് ലോഡ് ഇറക്കത്തുള്ളൂ. എന്തായാലും നമുക്ക് ആദ്യം അവിടെ ചെന്ന് അവിടുത്തെ അന്തരീക്ഷവും മട്ടും ഭാവമൊക്കെ നോക്കിയിട്ട് ബാക്കി യെസ്, അന്തരീക്ഷത്തിൻ്റെ ഭാവം അറിഞ്ഞിട്ട് നമുക്ക് ബാക്കി തീരുമാനം നോക്കാം. ആസാമിലെ കണ്ണൻദേവൻ. അതെ ശരി. അതെ ഇത് താഴ്വരയിലെ കണ്ണൻദേവൻ, മറ്റേത് മലമുകളിലെ. ഏതാ? ഇവിടെ ആ ഒരു ക്ലൈമറ്റ് ഉണ്ട്, തണുപ്പുണ്ട്. തണുപ്പേ ഏതാടാ? നോക്കി ആ സൈഡിലല്ല, ആ റൈറ്റ് സൈഡിലൊക്കെ ഇതാ എല്ലാം പറിച്ചു. പക്ഷെ ഉണങ്ങി വറ്റി വരണ്ടിരിക്കുക. എന്തുവാ മരുഭൂമിയോ? ആ അത് തന്നെ മണാലിയൊക്കെ. സംഭവം കൊള്ളാല്ലേ? ജയ്ഗാവൺ ഗുവാഹട്ടി 340. നമുക്ക് ഗുവാഹട്ടിയാണ് പോകണ്ടേ. പിന്നെ ജയ്ഗാവൺ 18 കിലോമീറ്റർ, ഹസിമാറ 4 കിലോമീറ്റർ. എടാ നമുക്ക് നേരെ സ്ട്രൈറ്റ്. യെസ്, നേരെ താഴോട്ട്. നമ്മുടെ ഇന്നലെ പരിചയപ്പെട്ട തമിഴ്നാട് വണ്ടി ഫ്രണ്ടിൽ പോകുന്നു. സേലത്തു നിന്നുള്ള വണ്ടിയാണ് അത്. ഈ പറഞ്ഞ പോലെ നമ്മുടെ റബ്ബറിന്റെ തൈ ആണെങ്കിൽ അത് റബ്ബറിന്റെ തൈ ഒന്നുമല്ല, അത് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ മെഷീനറി ഐറ്റംസ് അങ്ങാണ്ട ആ വണ്ടിയിൽ. അപ്പോൾ അത് ഇന്നലെ രാത്രി ഒരു 8 മണി 8:30 തൊട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട്. പുള്ളി അങ്ങ് വരെ ഉണ്ട്. അങ്ങ് വരെ മീൻസ് നമ്മൾ ഇറങ്ങേണ്ട ലൊക്കേഷനും കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 500 കിലോമീറ്റർ പുള്ളിക്ക് വീണ്ടും ഫ്രണ്ടിലോട്ട് പോകാം. അപ്പോൾ പുള്ളി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ആശ്വാസം ഞങ്ങൾക്ക് ഉണ്ട്. പുള്ളിയെ കണ്ടത് നേപ്പാളിക്കാരൻ. ഇതേ നമ്മുടെ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു സംഭവം. നമ്മുടെ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പരിപാടി. ആ വീഡിയോ എടുത്തതിന് ഗോ വെക്കുന്നതിനാ ഞാൻ എടുക്കും. ഓടാടും. അവൻ വിചാരിച്ച അവൻ്റെ പണി അവൻ പാക്ക് ഞവിടെ വായിലോട്ട് കയറ്റി പോയത്. അവൻ വിചാരിച്ച അവൻ്റെ ആയിരിക്കും. പൊക്കി ഇതിപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ പുള്ളി നമ്മുടെ ഈ വണ്ടി തന്ന ചേട്ടൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ കയറി. അപ്പോൾ ഞങ്ങൾ സൈഡാക്കിയിരിക്കുക. ഇപ്പം സമയം എത്രയായി? 1:02. ആസാം വാട്ടർ പോകും. അവിടെ പമ്പുണ്ട്. പമ്പിൽ കയറിയിട്ട് ഫ്രഷ് ആയിട്ട് അവിടെ വന്ന് പോകാം. ഡീസൽ അടിക്കാം. പമ്പിൽ കയറി ഫ്രഷ് ആയിട്ട് പോകും അല്ലേ? ഓക്കെ. തേയിലത്തോട്ടം. റബ്ബർ അല്ല, ഇത് റബ്ബറല്ല. റബ്ബർ പോലത്തെ എന്തോ സാധനമാണ്. റബ്ബറാണ്. റബ്ബറല്ല, വേറെ ഏതാ മരം. പിള്ളേരും ഭക്ഷണം കഴിക്കും. പൊടി എവിടെ? പൊടി
ഈ റോഡ് പണി ഇളക്കിയിട്ടിരിക്കുന്നതുകൊണ്ടാണ്. നമ്മളവിടെ ഇങ്ങനെ സമ്മതിക്കുമോ അവന്മാർ? വെള്ളമൊക്കെ ഒഴിച്ചൊഴിച്ച് പോകും രാവിലെ ഒരു 5 മിനിറ്റ് കഴിക്കുള്ളൂ. നോക്കി അങ്ങനെ പരിപാടിയേ ഇല്ല. ഏത് രാജ്യമോ? നല്ല ടൗണാ. ഏതാ? ആ വണ്ടി സൈഡാക്കിയല്ലോ. ഭക്ഷണം കഴിക്കാനായിരിക്കും, ഫുഡ് കഴിക്കാനായിരിക്കും അല്ലേ? ഫുഡ് കഴിക്കാനായിരിക്കും. കയർ അഴിഞ്ഞതാണോ അതിവിടെ ലോഡ് ഇറക്കാനാണ് തോന്നുന്നു. ചോദിച്ചാൽ നോക്കാം. എടാ ഇല്ല. ഓ കിട്ടില്ല. ഇവിടെ ലോഡ് ഇറക്കാനുണ്ടെന്ന് തോന്നുന്നു. ഇതാ നമ്മളെ മണ്ട റബ്ബറിന്റെ മെഷീനറി. എവിടെ? ഇതെന്ത് മറ്റേ അരിയാണോ? ആണോ? ഓ ശരി ശരി. യെസ് 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 യെസ്. അതിൻ്റെ അകത്തിരിപ്പുണ്ട്. ഓ അരി അപ്പം കുറച്ച് ഇവിടത്തേക്ക് എടുത്തല്ലേ? 5-6 ചാക്ക്. ഓ ഐ സി. പുള്ളി ആ കയറിഞ്ഞ് കെട്ടുന്നില്ലേ വണ്ടിയുടെ? പമ്പ് ആണോ? പമ്പിൽ കയറുന്നുണ്ടോ? ഓക്കെ. ഓ ഗ്രീസ് അടി കാര്യങ്ങൾ. ഓ എന്താണ് ഇത്? ഇവിടെയൊക്കെ സാധനങ്ങൾക്ക് റേറ്റ് കുറവാണോടാ? ആണോ? നമ്മളെ ഐറ്റംസ് ഒക്കെ കിടക്കുന്നു അലിക്കുലുത്ത്. ചോദിച്ചാലോ മറ്റേ വീൽ കപ്പൊക്കെ? നമ്മൾ അന്ന് ലാസ്റ്റ് ചോദിച്ചപ്പോൾ ആ വീൽ കപ്പിന് എത്ര റേറ്റ് പറഞ്ഞേ? 1800 അങ്ങനെ അത്ര കണ്ടല്ലേ പറഞ്ഞേ ജോഡിക്ക് അങ്ങാണ്ടേ? മറ്റേ 2000 പറഞ്ഞല്ലേ? 2200. ഓക്കെ. ഓ എനിക്കൊന്ന് ഇത് ബോർഡർ എത്തിയെന്ന് തോന്നുന്നില്ലേ? നമ്മുടെ മറ്റേ എയറിൻ്റെ ഇതായിട്ട് സംഭവം ഉണ്ട് ഇവിടെ. ക്യാബിന് എയർ അടിച്ച് കളയുന്നത്. അത് ഇവർ തന്നെ സെറ്റ് ചെയ്ത് തരും? നമുക്ക് തന്നെ സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ? ആ അത് ചെയ്യുന്നത് കൊണ്ട് എയർ ലീക്കേജ് കാര്യങ്ങളൊന്നും വരത്തില്ലല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ ഈ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിക്കും ഉണ്ട്. പുള്ളി ഇന്ന് രാവിലെ അടിക്കുന്നുണ്ട്. നോക്കാം. ഇതെവിടെ? വെസ്റ്റ് ബംഗാൾ പോലീസ്. ബോക്സിർഹാത്ത് പോലീസ്. കൂച്ച് ബാർ. അമ്പതിനകത്തുണ്ടെന്ന് തോന്നുന്നു. എടാ നമ്മുടെ വെയിറ്റ് ഇവിടെ വന്ന് വെയിറ്റ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇവിടെ തൂക്കണം അല്ലേ? ആ സെയിം പൈസ കൂടെ കൊടുക്കുകയും ചെയ്യണം നമ്മൾ. എന്താ ചെയ്യാനാന്ന് പറ? വെയിറ്റ് കൂടുതലാണെങ്കിൽ പൈസ കൊടുക്കണോ? നീ ചില്ലറ എടുത്ത് കൊടുക്കുക. എന്തിന്? മയിരം എന്ത് കൂടെ ഇട്ടോ? ഈ വെയിറ്റ് ബ്രിഡ്ജ് അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് സാമാനം ഉണ്ടാക്കിയിട്ട് ആ കഴിഞ്ഞു പൊട്ടി. ആ വണ്ടിയുടെ പൊട്ടി ഇല്ലയോ? ഇത് ചെക്ക് പോസ്റ്റ് ആണോ? ചെക്ക് പോസ്റ്റ് ആണെന്ന് തോന്നുന്നു. നിനക്കും അറിയത്തില്ല, എനിക്കും അറിയത്തില്ല. യെസ് ഗൈസ്, ഇതാണ് ഗൈസ് നമ്മുടെ ആസാം ചെക്ക് പോസ്റ്റ്. അയ്യോ ഇവിടെയും പൈസ കൊടുക്കണോ?
Come on, come on, come on. ഇവിടെ അത്ര എനിക്ക് അറിയത്തില്ല. എന്തോടാ ചില്ലറ കൊടുക്കുന്നേ? ചില്ലറ കൊടുത്താൽ മതി എടുത്തെറിയോ? ഇങ്ങോട്ട് വല്ലതും കൊടുക്കൂ. അടയുന്ന മതി, അത്ര മതിയോ? നീ എത്ര കൊടുത്തേ? ഓടാ. ആ എന്നാ ഓക്കെ. 20 20. യെസ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എങ്ങോട്ടാണ് കയറിയിരിക്കുന്നത്? ഇവിടെ നമ്മൾ അസാമിലേക്ക് കയറിയിരിക്കുകയാണ്. അടുത്ത ആസാമാണ് കേട്ടോ. ആസാം. ഏതാ? ആ ആണ്. അടുത്തത് ഇവിടെ എത്ര? ടോൾ റോഡ് സ്റ്റാർട്ട്. 20. നീ കണ്ടോ 20 കൊടുക്കുന്നേ? അങ്ങനെ മനസ്സിലായി 20 പുള്ളി കൊടുക്കുന്ന. നീ കണ്ടോ? എൻ്റെ കണ്ണിൻ്റെ ഒരു പവർ. അയ്യോ. എടാ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, സിൽച്ചർ 563, ഗുവാഹട്ടി 260, ബാർപേട്ട റോഡ് 113, ഗോൾപാറ ടൗൺ 152. ഇതൊക്കെ എവിടെ തമ്പുരാൻ അറിയില്ല. അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ സ്റ്റേറ്റ് ആയ ഇതെന്താ ആടാ അടിച്ച് വയ്യ കൂട്ടനെ. മറ്റേ ഈ കഴുത മറ്റേ ലോഡും കൊണ്ട് വരത്തില്ലേ? കഴുതയുടെ മണ്ടയ്ക്ക് സാധനം വെച്ച് കെട്ടി കൊണ്ടുവരത്തില്ലേ? അതുപോലെ കാണാം. അപ്പൊ നമുക്ക് ആസാമിൽ നിന്ന് നമുക്ക് ഡിന്നർ അടിക്കാൻ പറ്റത്തില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോമ്പല്ലേ. അയ്യോ സോറി, ലഞ്ച്. സോറി മോനെ, എന്റെ മിസ്റ്റേക്ക്. എന്റെ വിദ്യാഭ്യാസ കുറവ് നീ അങ്ങ് സമ്മതിക്കട എന്നെ അങ്ങ്. നീ അത് അംഗീകരിച്ച് തരുന്നില്ല, അതല്ലേ വിഷയം. എന്റെ ആറ്റിറ്റ്യൂഡിൽ ഐ ലവ് എന്ത് ഞാൻ കണ്ടില്ല. ലെഫ്റ്റ്. ഐ ലവ് അസാം. ആസാമിലെ ആദ്യത്തെ സ്വാഗ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പം ഈ സ്റ്റേറ്റിലെ ആദ്യത്തെ പെട്രോൾ പമ്പ് ഇന്ത്യൻ ഓയിൽ കരസ്ഥമാക്കിയിരിക്കുകയാണ്. രണ്ടാമത് കരസ്ഥമാക്കിയിരിക്കുന്നത് HP ഭാരതമാണ്. ഇഞ്ചോട് ഇഞ്ച. പക്ഷെ അത് അപ്പുറം ഇപ്പുറമായിട്ട് അത് രണ്ട് കറക്റ്റ് ഫിനിഷിങ് അടിച്ചിരിക്കുന്നത് കേട്ടോ. ഇഞ്ചോട് ഇഞ്ച് അത് ഒരു പിടിക്ക് പറയുകയാണെങ്കിൽ HP ആണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. അതെ. അതിനുശേഷമാണ് ഭാരത് കയറിയിരിക്കുന്നത്. അല്ല, പുള്ളി പമ്പിൽ കയറുന്നു പറഞ്ഞിട്ട് കയറുന്നില്ലേ? ഇനി അത് മുമ്പ് ആണോ? ഇത്രയുള്ള ആസാമോ? ഇതാണ് ആസാം. ഞാൻ ഉദ്ദേശിച്ച ആസാം ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഞാൻ നല്ല ഹരിതവനമായിട്ടൊക്കെ കിടന്നു. ഇതുണ്ടോ വണ്ടിയിൽ മണൽ കയറ്റുന്നുണ്ടോ? മണൽ ഇങ്ങനത്തെ മണലിട്ട മണൽ പോകത്തില്ലേ? ഇതെന്തോ പശുവിനെ കൊണ്ടുവരുന്നതോ എന്തോ മൃഗങ്ങളെ കൊണ്ടുവരുന്നല്ലോ കൂടാന്ന് തോന്നുന്നു. എന്തോ മൃഗങ്ങളെ കൊണ്ടുവന്ന കൂടാ, അത് ഉറപ്പാ. ആടിനെ വല്ലതാന്ന് തോന്നുന്നു. അതോ വേറെന്തെങ്കിലും ആണത്? എൻ്റെ അമ്മ. ഇവരെ കണ്ടോ നോക്കി? മറ്റേ എന്തൊക്കെ കാണാം. ഇവരെ കണ്ടു കഴിഞ്ഞാൽ മറ്റേ നേപ്പാളി ലുക്ക് അല്ലേ? അവനെ കണ്ടോ? നല്ല രസം അവനെ കാണാൻ. ഇതെങ്ങോട്ട് പോയി മാര് കണ്ടം വഴിയൊക്കെ പറഞ്ഞു വിടുന്നു.
ഇവിടെ മര്യാദയ്ക്ക് റോഡിൽ കൂടെ കയറ്റി വിടുറോ. ഈ ബോധമില്ലാത്തവന്മാർക്ക് പൈസയും കൊടുക്കണം, കണ്ടം വഴി കയറ്റി വിടുകയും ചെയ്യുന്നു. എന്നിട്ട് കാറൊക്കെ ഉണ്ട് ആ വഴി വിടുന്നു, ലോറിയൊക്കെ കണ്ടത്തിൽ കൂടെ വിടുന്നു. എനിക്കറിയത്തില്ല ഈ ബോധമില്ലാത്തവന്മാരോടൊക്കെ ഏത് ഭാഷ സംസാരിക്കാനാണ്. എന്തോ ഈ പൊടിയും പുറപ്പിച്ചുകൊണ്ട് പോകുന്നത്. എൻ്റെ പൊന്നട പോയി, എന്തോ ഇത്, ഞാൻ വെളി ഇറങ്ങാഞ്ഞത് കാര്യമായി. അതിൻ്റെ അകത്തിരിക്കുന്നതിനെ സമ്മതിക്കണം കേട്ടോ. വെളി ഇറങ്ങി പോകേണ്ട വരുമല്ലോ. ഗായ്സ്, ഇത് മഞ്ഞല്ല കേട്ടോ, ഇത് പൊടിയാ. ഇതും ഇവിടെ ആരുമില്ല. ഈ കാലന്മാരുമാര് വെറുതെ ഇമാര് കയറ്റി പിടിപ്പിക്കുക. അയ്യോ, അതാ ഞാൻ ആലോചിച്ചു, ഇവിടെ ഇരിക്കുന്നവൻ ചത്തുപോകുമല്ലോ അല്ലേ. അവനും ജീവൻ കാണത്തില്ല, അവൻ പൊടി നിന്ന് ചാവും. ആ എൻ്റെ മോനെ, കാറൊക്കെ ആയിരുന്നു ഞാൻ 2 പറപ്പങ്ങ് പറപ്പിക്കായിരുന്നു. 2 കറക്ക് കറക്കിട്ടങ്ങ് പോകായിരുന്നു. അതിന് പറ്റിയ പൊടിയാ. നീ ഒന്ന് ആക്സെപ്റ്റ് കൊടുത്തു നോക്കി. ആ പോട്ടെ അങ്ങനെ കാലെടുത്ത് വയ്ക്കും അങ്ങനെ പറപ്പിച്ചു. പൊടി ഇളക്കി പോകും. ആ അടിപൊളി, കൊള്ളാം, രസമുണ്ട്. നമ്മുടെ വണ്ടിക്ക് എന്ത് പൊടി വരാം, അതുകൊണ്ട് പുറം മൊത്തം പൊടിയാ. കുറച്ച് കാലെടുത്ത് റേസ് ചെയ്തു. പുകച്ചു. ഏതാ? വേബ്രിഡ്ജ് ഓപ്പൺ ഒന്നും അല്ല. അടുത്തത് ചുമ്മാ വേബ്രിഡ്ജ് വഴി കയറ്റി പിടിപ്പിക്കുക. ചടങ്ങ്, ഫോർമാലിറ്റി. അവിടെ അവന് കാലില്ല, എന്തെങ്കിലും കുറവന്. 10 രൂപ കൊടുത്തേ. 10 രൂപ എവിടെ മാത്രം എടുക്കാൻ ഇല്ലേ? പറഞ്ഞതില്ലേ എന്നുള്ളതുകൊണ്ട്. അവിടെ അമ്മച്ചി കൂട്ടാ ഞാൻ ചില്ലറ കൊടുത്തത്. ഇങ്ങനെല്ലാം കൊടുത്താൽ പിന്നെ കാണും തരും നായോട്. എന്തായാലും പോലീസുകാർക്ക് കൊടുക്കുക, പിന്നെ അവർ കൊടുക്കാൻ വേറെ കുഴപ്പമില്ല. കഴിഞ്ഞില്ലേ ഇതിന് മാത്രം വേബ്രിഡ്ജ് കയറി ഇറങ്ങിപ്പോകും. നമ്മളിവിടെയുള്ള പമ്പിൽ വണ്ടി ഒതുക്കിയിട്ട് പുള്ളിക്ക് ടോയ്ലറ്റിലൊക്കെ പോയിട്ട് ഇറങ്ങി വന്നിട്ട് മതി ടോയ്ലറ്റിൽ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് വണ്ടി എടുത്ത് വിടാം. ഇത് ഇവിടുത്തെ ഭാരത് പമ്പ്. അത് ആ പ്രഷർ വെച്ച് അടിക്കുമല്ലേ? ഏത് ക്യാമറ? ആ ക്യാമറ ഉണ്ട്. കൈ മാറ്റുന്നു. അത് നമ്മുടെ എയർ ബ്രേക്കിനകത്ത് കണക്ട് ചെയ്ത് വെക്കും അല്ലേ, ആ പൈപ്പ്. അതുകൊണ്ടോ അടിച്ചുള്ളതുണ്ട് പൊടിയൊക്കെ. മിക്ക വണ്ടിക്കാറല്ലേ ഇരിപ്പുണ്ടോ സാധനം. സമയം 4:15. ലോക്ക് ചെയ്തില്ലേ? ചെയ്തടാ മേത്തോട്ട് കളിക്കുന്നത്. മേത്തോട്ട് കളിക്കുന്നത് അത്രയ്ക്ക് പോലീസ് തട്ടിയില്ലല്ലോ ഞാൻ. ഇതിഞ്ഞ് വേണ്ട. ഒന്നുമില്ലാണ്, ചുമ്മാ സൺഡേ പോട്ടിருக்கு. നമ്മൾ ആസാമിൽ കാലുകുത്തി. യെസ് ഗൈസ്, ഞങ്ങൾ ആസാമിൽ കാലുകുത്തിയിരിക്കുകയാണ്. ഇതാണ് ആസാമിലെ ഭാരത് പെട്രോൾ പമ്പ്. ഇതുണ്ടോ ഉരുളക്കിഴങ്ങ് വണ്ടി ഫുള്ളോട്. അങ്ങനെ എങ്ങോട്ടാ പോകുന്നത്? എന്ത് മേടിക്കണ്ടേ? ഇവിടെയൊക്കെ ദാരുണമായ ഇവിടെ കടയൊന്നും ഇല്ല. ഇവിടെയൊക്കെ ദാരുണമായ
ഇല്ല അലിക്കുളിത്ത് വല്ലതും മേടിച്ചോണ്ട് പോയാലോ? അതല്ല വണ്ടിയുടെ ഐറ്റം. മാങ്ങ ഇരിപ്പില്ലേ, അതും പുളിയെ പോരെ. അതുകൊണ്ട് അവിടെ സെറോക്സ് അങ്ങോട്ട് പോയിട്ട് വരുമ്പോൾ ഏത് കട നീ എന്തോടെ സാധനം പറഞ്ഞേ? വണ്ടിയുടെ വീട്ടിൽ ഐറ്റം അതൊക്കെയാന്ന് പറയാം. അല്ല കാനയല്ലേ? കാന ഇപ്പം എവിടുന്നാ? പോകുന്ന വഴിക്ക് ഇങ്ങനത്തെ കടകളൊക്കെ ആണെങ്കിൽ എടാ മറ്റേ ആടാ ഇതും മേടിക്കണം. അവിടെ മൊബൈലിൻ്റെ ഷോപ്പ്, മൊബൈലിൻ്റെ മറ്റേ സി കേബിള്. കിട്ടുമോ? ഏതാ അവിടെ കണ്ടോ? കണ്ടില്ല, മൊബൈൽ ഷോപ്പല്ലേ അത്. വെസ്റ്റ് ബംഗാൾ കയറുന്നതിൻ്റെ വെസ്റ്റ് ബംഗാൾ ടാക്സ്, സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടോ. ഇത് നമ്മൾ എടുക്കുന്നതിന് എത്രയായിരുന്നു? 6650 രൂപയായി. വെസ്റ്റ് ബംഗാൾ ഏതാ കമ്മീഷനോടെ ചേർത്ത് ഈ ടാക്സ് എടുക്കുന്നത്, വെസ്റ്റ് ബംഗാൾ ടാക്സ് എടുക്കുന്നത് 6000 രൂപ മുടക്കിയായി. എന്നാലേ നമുക്ക് ഈ സ്റ്റേറ്റിലോട്ട് നമുക്ക് കയറാൻ പെർമിഷൻ ഉള്ളൂ. ഇല്ല, നമുക്ക് അറിയത്തില്ല. അവിടെ മറ്റേ സ്റ്റീൽ പ്ലേറ്റ് ഉണ്ട്. സ്റ്റേഷനറി പ്ലേറ്റ്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭക്ഷണമല്ല, ഒരു മാങ്ങയും തണ്ണിമത്തങ്ങയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടി ഈ സാധനം മേടിച്ചു. പിന്നെ അരിയുണ്ട്, മസാലക്കൂട്ടുണ്ട്, ചപ്പാത്തി പലകയുണ്ട്, ചപ്പാത്തി മാവുണ്ട്. ചപ്പാത്തി പലക മേടിച്ചല്ലോ. ചിക്കൻ മസാല വേണോ? ബിരിയാണി റൈസോ? സവോള വേണോ? ഏതാ? അരിഞ്ഞ് കഴിക്കാനോ? ഉണ്ടാക്കണ്ടേ? വേറെ നോമ്പ് തുറക്കാനോ? പെപ്സി എല്ലാം എടുക്കാം. ആ 7up അവൻ്റെ കടയിൽ പോകണ്ട. അവനോട് ഞാൻ ചോദിച്ചപ്പോൾ മൈൻഡ് ചെയ്തില്ല. അവനോട് ഞാൻ ചോദിച്ചപ്പോൾ മൈൻഡ് ചെയ്തില്ല അവൻ. എന്തിനു വെള്ളമായിട്ട് എന്നാൽ കഴിക്കാൻ നേരത്ത് മേടിക്കല്ലേ? ഫ്രൂട്ട്സ് അരിഞ്ഞ് കഴിക്കാം. യെസ്, അപ്പോൾ ദാഹം മാറും. അവിടെ പുള്ളി വണ്ടി എടുക്കാൻ തോന്നും. തളത്തേക്കുണ്ട് ഇപ്പം കട്ട് ചെയ്ത് വെച്ചേക്കാനോ? അതെയോ? സമയം എത്രയായി? 4:30 അല്ലേ ആയുള്ളൂ. പിടിച്ചം സമയം എത്രയാണെന്ന് അറിയോ? 5:30 കത്തി കുത്തോടെ, കത്തി കുത്തോടെ. ഇവനെ ഉത്തരവാദിത്വം ഇല്ലാത്തവനെ ബായെ പിടിച്ച് നിർത്തിയിരിക്കുക. ഇത് മുറിച്ചിട്ട് വേണം, നോമ്പ് മുറിച്ചിട്ട് വേണം പുള്ളിക്ക് ആഹാരം കൊടുക്കാൻ. പുള്ളി വണ്ടി വിടാതെ പിടിച്ച് നിർത്തിയിരിക്കുക ഇവിടെ. പുള്ളി വണ്ടി എടുത്ത് സ്റ്റാർട്ടാക്കി പുള്ളി പിടിച്ച് നിർത്തിയിരിക്കുക. ബൈ നോമ്പാണ്, ഇഫ്താറാണ്, ഞങ്ങൾ മുറിച്ച് നമുക്ക് ഭക്ഷണം ഉണ്ടെന്ന്, ഞാൻ ഖാന ഉണ്ടെന്ന്. മര്യാദയ്ക്കായി അരിയുന്ന സാധനം നോക്കിയിരുന്ന് വേസ്റ്റൊക്കെ കൊണ്ട് അവിടെ കൊണ്ട് കളയണം. ഇതിപ്പം അവിടെ ധൂം അടിച്ചോണ്ട് പോകുന്നു. ഇതിപ്പോൾ ഇങ്ങനെ അരിയേണ്ട സംഭവമല്ല ഈ വകുപ്പ്. ഇപ്പം സമയം 5:30 ആയതേ ഉള്ളൂ. ഞങ്ങളുടെ മുന്നിൽ ഇനി അരമണിക്കൂർ സമയമുണ്ട് വാങ്ങ് വിളിക്കാൻ. ഇവിടെ 6 എത്ര വാങ്ങ് ഇവിടെ വിളിക്കുന്നത്? 5:55. നാട്ടിലെ സമയം വെച്ച് നാട്ടിലെത്ര? അയ്യോ, ടൂ മച്ച് ലേറ്റ്. ഇവിടുത്തെ തന്നെ മതി. യെസ്, അപ്പോൾ ഒരു കണക്കിന് ഞങ്ങൾ മാങ്ങ തണ്ണിമത്തങ്ങ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജ്യൂസ് വേണ്ട, ഇപ്പോൾ ഒന്നും മേടിക്കണ്ട, ഇത് മാത്രം മതി. ഇത് കഴിഞ്ഞിട്ടേ നമുക്ക് അങ്ങോട്ട് പോയിട്ടോ ഓംലെറ്റ് എല്ലാം തട്ടാം.
ജ്യൂസ് ഇടുന്നല്ലേ? ഏതാ ഫ്രഷ് ജ്യൂസ് ഇടത്തില്ലേ? ഇവിടെ ഫ്രഷ് കണക്ക്. സമയം 5:40, 13 മിനിറ്റ്. ഇവിടെ എത്ര മണിക്ക്? 5:53. വാവ്, 5:53. അപ്പോൾ നമ്മളിവിടുത്തെ 5:53 നമ്മൾ നോമ്പ് കുറിക്കും. മറ്റേ ലോറിയിലെ അണ്ണൻ കുളിക്കാൻ പോയിരിക്കുക. അപ്പം കുളിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. റൊട്ടി, അണ്ടാ ബുർജി, മുട്ട റോസ്റ്റ്, ഇതെന്തോ ഒരു കിഴങ്ങ് സാധനം. ഇത് നമ്മുടെ അച്ചാർ. ഇത് എനിക്ക് ഇഷ്ടമല്ലാത്ത ഡാല്, പക്ഷേ ഇപ്പം ഞാൻ കഴിക്കുന്നു. വേറെ ഓപ്ഷനില്ല.